കാൽ നൂറ്റാണ്ടിനടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സർവീസിലുണ്ടായിരുന്ന ജനകീയ ഡോക്ടർ പടിയിറങ്ങി. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ NV സത്യബാബുവാണ് വിരമിച്ചത്. 2001 അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിയമനം ലഭിച്ചെത്തിയത്. താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ പ്രസവ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഡോക്ടർ എന്ന വിശേഷണമാണ് സത്യബാബുവിനെ ജനകീയനാക്കിയത്. കാൽ നൂറ്റാണ്ടിനടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സർവീസിലുണ്ടായിരുന്ന ജനകീയ ഡോക്ടർ പടിയിറങ്ങി. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ NV സത്യബാബുവാണ് വിരമിച്ചത്. 24 വർഷത്തെ ആരോഗ്യമേഖലയിലെ സ്തുത്യർഹ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം വിരമിച്ചത്. 2001 ഫെബ്രുവരിയിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിയമനം ലഭിച്ചെത്തിയത്. താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ പ്രസവ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഡോക്ടർ എന്ന വിശേഷണമാണ് സത്യബാബുവിനെ ജനകീയനാക്കിയത്. ഏകദേശം 35,000-ഓളം പ്രസവ ശുശ്രൂഷകളും 15,000-ത്തിലധികം പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയടക്കം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറയൂർ, ഇടമലക്കുടി, കുറത്തിക്കുടി എന്നീ ഉന്നതികളിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ സംബന്ധിച്ച ക്യാമ്പുകൾ എന്നിവയും ഇദ്ദേഹത്തിന് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. 2018 വരെ ഇത്തരത്തിൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും എല്ലാം താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെല്ലാം താമസിക്കുന്നവരുടെ ഏക ആശ്രയം പ്രസവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതിനോട് പ്രസവവും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ ഈ കാലയളവിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടന്നിട്ടുള്ള ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. അതുപോലെ തന്നെ മറയൂർ പോലെയുള്ള സ്ഥലങ്ങളിലെ പെരിഫറൽ ക്യാമ്പുകൾ, പ്രസവ നിർത്തൽ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ എല്ലാ വർഷവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 8 വർഷത്തോളം ഏക ഗൈനക്കോളജിസ്റ്റായി ഇദ്ദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. ദേവികുളം താലൂക്കിലെ ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി സങ്കേതങ്ങളിൽ നിന്നും മൂന്നാർ തോട്ടം മേഖലയിൽ നിന്നും ഇടുക്കി, ഉടുമ്പൻചോല താലൂക്കുകളിൽ നിന്നുമുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സ്ത്രീകൾ പ്രസവ സംബന്ധമായ ചികിത്സയ്ക്കും മറ്റും ആശ്രയിക്കുന്നത് സത്യബാബുവിനെയാണ്. ഈ രീതിയിൽ സേവന കാലയളവിൽ ഒരു ദിവസം 16ഓളം പ്രസവ ശുശ്രൂഷകൾ വരെ നടത്തുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഈ കാലയളവിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ തന്റെ സേവന കാലയളവിൽ തനിക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയ സഹപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. എല്ലാവരുടെയും ഒത്തൊരുമയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുതന്നെയാണ് ഇക്കാലമത്രയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇത്രയും സേവനം എനിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ശരിക്കും ഈ കാലത്തിൽ ഇത്രയും ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. എൻ്റെ ജീവിതത്തിലെ മുന്തിയ ഭാഗവും ഇവിടെ തന്നെ കഴിച്ചുകൂട്ടി ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സേവനവും നൽകിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് 24 വർഷത്തിനിടയ്ക്ക് വിവിധ കാലയളവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് സ്ഥാനവും വഹിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. കൂടാതെ അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരിയും കലാകാരനുമായും സത്യബാബു ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.